ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊന്ന് മൈദ മൈലാഞ്ചി ഉണ്ടാക്കിയാലോ. അതിനു വേണ്ടി ചക്കര, പഞ്ചാര, ചായപ്പൊടി, ജീരകം, മൈദപ്പൊടി എന്നിവയാണ് ആവശ്യമുള്ളത്. പഞ്ചസാര, ചായപ്പൊടി, ജീരകം, കറുവപ്പട്ട എന്നിവയെല്ലാം മിക്സിയിലിട്ട് അടിക്കുക. ശേഷം ചക്കര പൊടിച്ചെടുക്കുക. എന്നിട്ട് ചായപ്പൊടി, പഞ്ചസാര മിക്സിയിലോട്ട് ചേർക്കുക. എല്ലാം കൂടി നന്നായി ഇളക്കുക. മിക്സ് മിക്സ് മിക്സ്. പിന്നെ നമുക്ക് വേണ്ടത് ഫോയിൽ പേപ്പറാണ്. അത് ഇതിന് പാകത്തിനുള്ള രീതിയിൽ എടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലോട്ട് ഇത് ഇറക്കി വെക്കുക. എന്നിട്ട് ഈ മിക്സുകൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം ഗ്രാമ്പൂ നമുക്ക് കുറച്ച് ഇതിലേക്ക് എടുത്തിടാം. ഗ്രാമ്പൂ ഇടുന്നത് നല്ല ചോക്കാനാണ് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഒരു കുണ്ടുള്ള പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കുക. വേറൊരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് ഇത് ഗ്യാസിലാണെങ്കിൽ ഗ്യാസിൽ, അടുപ്പിലാണെങ്കിൽ അടുപ്പിൽ വെച്ച് കൊടുക്കും. വീഡിയോയിൽ കാണുന്ന രീതിക്ക് വെക്കുക. ആദ്യം കുഴിയുള്ള പാത്രം വെക്കുക. അതിന് മുകളിലായിട്ട് വലിയ പാത്രത്തിൽ വെള്ളവും വെക്കുക. ആവി പോകാതെക്കാനാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കെട്ടിയിട്ടുള്ളത്. എന്നിട്ട് വെള്ളം ചൂടാകുമ്പോൾ നമ്മൾ ഐസ് കട്ട മാറ്റിയിട്ട് ഐസും വെള്ളവും വെച്ച് കൊടുക്കുക. പിന്നെ ഒരു അമ്മിക്കുട്ടി ഭാരത്തിന് വേണ്ടി അതിലേക്ക് വെച്ച് കൊടുക്കുക. വെള്ളം ചൂടാവുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം മാറ്റാം. അതിന് പകരം തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസും കട്ട ഇടുക. പിന്നെ ഗ്യാസ് ഓഫ് ആക്കുക. നമുക്ക് നല്ല ലിക്വിഡ് കിട്ടി. അത് വേറെ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതിൽ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കൊടുക്കാം. ശേഷം മൈദപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കൺസിസ്റ്റൻസി വേണം. അപ്പോൾ ഇളക്കി കൊണ്ട് നിൽക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെ സെല്ലോഫെയിൻ ഷീറ്റ് കട്ട് ചെയ്യാൻ നോക്കാം. അത് വീണ്ടും കോൺ ഷേപ്പിലാക്കുക എന്നതും നോക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ സെല്ലോഫെയിൻ ഷീറ്റ് 12-3 ഇഞ്ചിൽ കട്ട് ചെയ്യുക. ദെൻ കോൺ ഷേപ്പിൽ ഇതേപോലെ മടക്കുക. എന്നിട്ട് സെല്ലോ ടാപ്പ് ഒട്ടിക്കുക. കോൺസ് റെഡി. ഇനി നമുക്ക് കോൺസ് ഫില്ല് ചെയ്യാം. അതിനു വേണ്ടി ഒരു ഗ്ലാസ് എടുക്കുക. അതിലോട്ടൊരു കവർ അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് ഇറക്കി വെക്കുക. ശേഷം ഈ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഓരോ കോൺസിലോട്ടും ഇത് ഫില്ല് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. നോർമലി മൈദ മൈലാഞ്ചിക്ക് ഒരു 13 to 15 ഗ്രാമിനുള്ളിലാണ് വേണ്ടത്. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല രീതിക്ക് സീൽ ചെയ്യാം. മൈലാഞ്ചി ഈസ് റെഡി.